അതുപോലെ എക്സൈസ് ഞാൻ എടുക്കാൻ തയ്യാറായിരുന്നില്ല ആദ്യം മുതൽ. കാരണം ഏറ്റവും കൂടുതൽ അപവാദങ്ങൾ കേൾക്കുന്ന, കുപ്രചരണങ്ങൾ കേൾക്കുന്ന, ആരോപണങ്ങൾ കേൾക്കുന്ന വകുപ്പാണ്. ഇവിടെ കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഗെയിൽ പ്രോജക്റ്റ് കൊണ്ടുവരിക. അങ്ങനെ ആ പ്രോജക്റ്റ് ഇന്ന് യാഥാർത്ഥ്യമായി. ഇന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനകരമായി. ഞാൻ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെടുന്നവർ 2001 സംസ്ഥാന മന്ത്രിസഭയിൽ ഫിഷറീസ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. അന്ന് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഗുജറാത്തിൽ പീലിംഗ് ഷെഡിലേക്ക് പോകുന്നത്. നമുക്കൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ഞാൻ PSC ചെയർമാനായി. അപ്പം അന്ന് മുതലുള്ള ഒരു ബന്ധം, അദ്ദേഹത്തെ വിവിധ മുഖങ്ങളുള്ള നരേന്ദ്രമോദിയെ കാണുന്നു. പിണറായിയെ സംബന്ധിച്ചുള്ള നിശ്ചയദാർഢ്യമുണ്ട്. തീരുമാനമെടുത്താൽ നടപ്പിലാക്കും. ഞാൻ വരുമ്പോൾ സന്ദർഭത്തിൽ നമുക്കൊരു കേരയിൽ പ്രോജക്റ്റായി, നമുക്കൊരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. വന്ദേ ഭാരത് വന്നതോടുകൂടി ഒരു സ്പീഡ് റെയിൽവേ സിസ്റ്റം കേരളത്തിന് വേണം എന്ന കാര്യത്തിൽ ജനങ്ങളൊന്നായി. ഇക്കാത്ത വേഗതയിൽ അത് മുന്നോട്ട് പോകുന്നു. അത് ഈ മെട്രോയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട്. ഒരു വാട്ടർ മെട്രോ, റോഡ് മെട്രോ, റെയിൽ മെട്രോ, ഈ 3 in 1 എന്ന് പറയുന്ന മെട്രോ സംവിധാനം ലോകത്തിനില്ല. അത് സക്സസ്ഫുള്ളാണ് ഇൻ കേരള. അവിടെ റെസ്റ്റോറൻറ്റ് വ്യവസായ ഭക്ഷണമാണ് ഇവിടെ ഏറ്റവും വലിയ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഞ്ഞി ഓർഡർ ചെയ്യാം, കഞ്ഞി കിട്ടും. പഴയ ചട്ടിച്ചോറ് നമുക്ക് കിട്ടുന്നു. നമ്മുടെ പഴയ ഭക്ഷണം അത് ഇന്നൊരു സെയിലബിൾ കമ്മോഡിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ രംഗത്തൊക്കെ കേരളം പൂർണ്ണമായെന്ന് ഞാൻ പറയില്ല, കേരളം മുന്നോട്ട് പോകുന്നു ആ കാര്യത്തിൽ. അപ്പോൾ കേരളയിൽ സിൽവർ ലൈൻ എവിടെ നിൽക്കണം? നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും. ഞാൻ CL ജോസ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രൊഫസർ KV തോമസ്. കണ്ടമാനം ഹാറ്റ്സ് വെയർ ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ. പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ് ഓഫ് പൊളിറ്റിക്സ് അല്ല, പൊളിറ്റിക്സ് ഓഫ് ബിസിനസ്. പിന്നെ അതുമായി തന്നെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മുടെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫസർ KV തോമസിന്. കുറേ കാലം കെമിസ്ട്രി പ്രൊഫസറായിരുന്നു. അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് കടന്നു. ഡിസ്ട്രിക്ട് രാഷ്ട്രീയത്തിൽ നിന്ന് സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ വന്ന് MLA ആയി, സ്റ്റേറ്റിൽ ക്യാബിനറ്റിൽ മന്ത്രിയായി, ടൂറിസം, എക്സൈസ് മുതലായ പോർട്ട്ഫോളിയോകൾ നോക്കി. സെൻട്രൽ ക്യാബിനറ്റിൽ വന്ന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് ഫുഡ്, ഭക്ഷണം ഒരു അവകാശമായിട്ടും ഒരു ബില്ല് അവതരിപ്പിച്ച് വൈകാരികമായിട്ടുള്ള ഒരു സ്ഥാനം ഇന്ത്യൻ പൊളിറ്റിക്സിൽ കണ്ടെത്തിയ KV തോമസ് ഇന്ന് നമുക്ക് കേരളത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി ഡൽഹിയിലിരിക്കുന്നു. നമുക്ക് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസും ബിസിനസ്സും സംസാരിക്കാം. ഈ പറഞ്ഞതായിട്ടുള്ള ഹാറ്റ്സുകളിൽ പല ഹാറ്റ്സും വെയർ ചെയ്തു. സ്റ്റേറ്റ് മിനിസ്റ്ററായിരുന്നു, സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്ററായിരുന്നു, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയതായത്? എല്ലാം ചലഞ്ചിങ് ആണ്, എല്ലാം വ്യത്യസ്തവുമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരികയും ഫിഷറീസ്, ടൂറിസം, അവസാനം എക്സൈസും കൈകാര്യം ചെയ്തിരുന്നു. ഞാനിത് മന്ത്രിയായിട്ട് വരുമ്പോൾ അന്ന് വലിയ പ്രാധാന്യമുള്ള വകുപ്പായിരുന്നില്ല ടൂറിസവും ഫിഷറീസും. അന്ന് അതിൻ്റെ സെക്രട്ടറിമാരായിട്ടിരിക്കാൻ IASകാരെ കിട്ടുമായിരുന്നു. അവർക്ക് വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രീസോ അങ്ങനെയൊക്കെ വകുപ്പ് കൊടുത്താലേ ഇത് ഏറ്റെടുക്കത്തുള്ളൂ. അതിൽ നിന്ന് മാറി ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ ഫിഷറീസും ടൂറിസവുമാണ്. അതുപോലെ എക്സൈസ് ഞാൻ എടുക്കാൻ തയ്യാറായിരുന്നില്ല ആദ്യം മുതൽ. കാരണം അത് ഏറ്റവും കൂടുതൽ അപവാദങ്ങൾ കേൾക്കുന്ന, കുപ്രചരണങ്ങൾ കേൾക്കുന്ന, ആരോപണങ്ങൾ കേൾക്കുന്ന വകുപ്പാണ്. പക്ഷെ നിർവാഹമില്ലാതെ വന്നപ്പോൾ അവസാനത്തെ 2 വർഷക്കാലം അത് ഏറ്റെടുത്തു. വലിയ കുഴപ്പമില്ലാതെ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ അന്ന് കടന്നു വരുമ്പോൾ അതിന് 12 വർഷക്കാലം MP ആയിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. ആദ്യം വന്നത് MP ആയിട്ടാണ്. 84 ഞാൻ MP ആയി. അന്ന് എനിക്ക് 38 വയസ്സാണ്. ഞാൻ ഡൽഹിയിൽ പോയി എൻ്റെ കുട്ടികളും കൂടി വന്ന് അവിടെ വിദ്യാഭ്യാസം മുഴുവൻ 12 വർഷക്കാലം അവിടെയാണ് ചെലവഴിച്ചത്. പിന്നീടാണ് സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ വരുന്നത്. ഇവിടെ നിന്നാണ് 2009 വീണ്ടും ഡൽഹിക്ക് പോകുന്നത്. അന്ന് ഏറ്റവും ചലഞ്ചിങ് ജോബായിട്ടുള്ളത് ഫുഡ് സെക്യൂരിറ്റി ബിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഞാൻ 2009 കേന്ദ്ര മന്ത്രിസഭയിൽ വരുമ്പോൾ ശരത് പവാറായിരുന്നു ക്യാബിനറ്റ് മിനിസ്റ്റർ, സീനിയർ മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. അദ്ദേഹമാണ് എന്നെ സജസ്റ്റ് ചെയ്തത് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കുന്ന വലിയ ഉത്തരവാദിത്വം അത് KV തോമസിനെ ഏൽപ്പിച്ചാൽ നന്നായിരിക്കും എന്ന് പറയും. എനിക്ക് സ്വാതന്ത്ര്യ ചുമതല നൽകിയിരിക്കും. അത് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നൊരു നിയമമാണ്.
കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ പട്ടിണി മരണമില്ലാതിരിക്കാൻ കാരണം ഈ ഭക്ഷ്യസുരക്ഷാ നിയമം ഉണ്ടായി എന്നതാണ്. നിയമം വന്നോ നിയമത്തിൻ്റെ മാത്രമല്ല, അതിന് വേറെ ചലഞ്ചിങ് ആംഗിളുണ്ട്. ഭക്ഷ്യ ഉൽപ്പാദനം നടക്കണം, സംഭരണം നടക്കണം, നല്ല വിതരണം ഉണ്ടാവണം, ജനങ്ങളിലെത്തിക്കണം. ഇത്രയും വലിയ ഒരു വെല്ലുവിളി ഉണ്ടായത് നന്നായിട്ട് നടപ്പിലാക്കാനും പാർലമെൻറ്റിലെ 2 പാർലമെൻറ്റ് ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ഏകദേശം 12 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം യുണാനിമസ് ആയിട്ട് ഒരു തർക്കം ഉണ്ടായില്ല. അത് പാസ്സാക്കിയെടുക്കാൻ 2013 സെപ്റ്റംബർ 10. അതെ അത് പാസ്സാക്കുന്നതിന് ഒരു ഫുഡിന് ഒരു ഇക്കോ സിസ്റ്റം അതെ അപ്പം നമ്മൾ അതിനകത്ത് ചോദിച്ചു. ഇപ്പോൾ നമുക്ക് ഏകദേശം 1,25,000 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളാണ് വേണ്ടത്. അത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചു. അത് നാശനഷ്ടങ്ങൾ കൂടാതെ വിത്തൗട്ട് ലോസ് ആൻഡ് ഡാമേജ് അത് സംഭരിച്ച് വിതരണം ചെയ്യാൻ കഴിയുമോ? അത് വിതരണം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചു. ലോകത്തിലെ ഏറ്റവും നല്ല വിതരണ ശൃംഖലയുള്ളത് ഇന്ത്യയിലാണ്. അപ്പം അങ്ങനെ ഒരു വെല്ലുവിളിയിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞു എന്നുള്ളത് സംതൃപ്തമാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കും പല മൊമെന്റസ് ആയിട്ടുള്ള പല ഡിസിഷൻസോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒത്തിരി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഒന്നത് ആദ്യമായിട്ടാണ് ഒരു മെമ്പർ 3 പ്രാവശ്യം തുടർച്ചയായിട്ട് PSC ചെയർമാൻ. ഓരോ വർഷമാണല്ലോ വെക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പിന്നെ 2012 മുതൽ ഞാൻ PSC ചെയർമാനായി മുന്നോട്ട് പോയി. ആ സന്ദർഭത്തിൽ ധാരാളം അതും നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയായി വന്നിട്ടുള്ളത്. അന്ന് അദ്ദേഹം കൊണ്ടുവന്നാണ് നോട്ട് റദ്ദാക്കിയത് 2000 ഡിമോണിറ്റൈസേഷൻ. അപ്പോൾ അന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു പാർലമെൻറ്റ് അറിയാതെ, പാർലമെൻറ്റ് കമ്മിറ്റികളറിയാതെ ഏകപക്ഷീയമായി പ്രധാനമന്ത്രി ചെയ്ത ഈ നടപടി ശരിയല്ല അന്ന് പറഞ്ഞില്ല. പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു. മാത്രമല്ല പ്രധാനമന്ത്രിയെ കമ്മിറ്റിയുടെ മുമ്പിൽ PSCയുടെ കമ്മിറ്റിയിൽ മുമ്പ് പിടിച്ചുകൊണ്ടുവരുമെന്നാണ് ഞാനന്ന് പറഞ്ഞത്. ഇന്നും ആ ധൈര്യം കാണിക്കാം. പിണറായി വല്ലതും ചെയ്യുന്നതിൽ തെറ്റ് കണ്ടുപിടിച്ചാൽ പറയാൻ സാധിക്കും. കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പം. പക്ഷേ എനിക്ക് പിണറായി ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഗെയിൽ പ്രോജക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത്. ഞാൻ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാണ്. ഗെയിൽ വരുമ്പോൾ ഗുജറാത്തിലേക്ക് മാത്രമാണ് ഗെയിൽ പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ മന്ത്രിസഭ വന്നപ്പോൾ ശ്രീ AK ആന്റണിയും വയലാറിയുടെ സഹായത്തോടുകൂടി ഞാൻ പറഞ്ഞത് കേരളത്തിനും വേണം, സൗത്ത് ഇന്ത്യക്ക് വേണം. അങ്ങനെ നമ്മുടെ വൈപ്പിൽ ഈ പ്രോജക്റ്റ് കൊണ്ടുവരും. പക്ഷേ ആ പ്രോജക്റ്റുണ്ടായ ഗതികൾ ഒരുപാട് ആരോപണങ്ങൾ, പ്രക്ഷോഭണങ്ങൾ, ഗ്യാസ് പൊട്ടിത്തെറിക്കും, ലീക്ക് ചെയ്യും എന്ന് പറഞ്ഞുള്ള ആരോപണങ്ങൾ തുടർന്ന് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല. 3 മുഖ്യമന്ത്രിമാർ കഴിഞ്ഞു, 2 പ്രധാനമന്ത്രിമാർ മാറി. അപ്പോഴാണ് പിണറായി വിജയൻ വരുന്നത്. പിണറായി വിജയനാണ് പറഞ്ഞത് ഞാൻ നടപ്പിലാക്കാം. അങ്ങനെ ആ പ്രോജക്റ്റ് ഇത് യാഥാർത്ഥ്യമായി. ആ ഗ്യാസ് ഇന്ന് കർണാടകയിലും തമിഴ്നാട്ടിലെത്തിയിരിക്കണം. ആ ഒരു വെല്ലുവിളി അദ്ദേഹം സ്വീകരിച്ചു. കേരളത്തിൻ്റെ ഉള്ളിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോഴും പ്രോപ്പറായിട്ടില്ല. അത് ഇന്റേണൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇത് വന്നു കഴിഞ്ഞാലുള്ള കൊണ്ടുപോകൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മറ്റൊന്നും പിന്നെയും അവിടെ ഒക്കെ പ്രശ്നങ്ങളതാണ്. കാരണം ഇപ്പോൾ കൊച്ചിയിൽ പോലും നമ്മൾ വീടുകളിൽ എത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓരോ സ്ഥലത്ത് വരുമ്പോഴും പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളിൽ നിന്നാണല്ലോ കേരളം മുന്നോട്ട് പോകുന്നത്. ഞാൻ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നപ്പോൾ കൂടെ കർണാടക കൂടെ എന്ന ആളുകളാണ്. അന്ന് എയർപോർട്ട് വെല്ലിംഗ്ടൺ ആയില്ല, ഇവിടെ തൊട്ടടുത്ത് വെല്ലിംഗ്ടൺ ഐലൻഡാണ്. അതാണ് ചോദിച്ചതിന് ഇവിടെ ഐലൻഡിൽ ഒരു എയർപോർട്ടുണ്ടല്ലോ, ഇനി എന്തിനാ വരണം വേറെ കൊണ്ടുവരുന്നത്? പക്ഷേ ഇന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനകരമായി. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് LDF ഗവൺമെന്റ് റെപ്രസെന്റ് ചെയ്യണം ഡെവലപ്മെന്റിന് വേണ്ടി. അതൊക്കെ രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയം വരികയും ഒരു അഭിപ്രായങ്ങൾ വരികയും പോവുകയും ചെയ്യും. അത് ഒരു എന്നും ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് അഭിപ്രായത്തിൽ നിൽക്കത്തില്ല, മാറി മാറി വരും. അല്ല, ഇപ്പം നമ്മൾ മൂന്ന് പേരെ പറഞ്ഞില്ലേ, നമ്മൾ മോദിനെ പറ്റി പറഞ്ഞു. ഇതോടുകൂടി നമ്മൾ പൊളിറ്റിക്സ് അവസാനിപ്പിക്കും. മോദിനെ പറ്റി പറഞ്ഞു, നരേന്ദ്രമോദിയുമായി അല്ല, ഈ 3 പേരും തമ്മിൽ യൂണീക്ക്നെസ് കണ്ടിട്ടുള്ള ഇൻക്ലൂഡിംഗ് ദിസ് ഉമ്മൻചാണ്ടി. ഒത്തിരി യൂണീക്ക്നെസ്. 3 പേര് എന്തെങ്കിലും സ്പെഷ്യൽ എല്ലാവർക്കും പ്രത്യേകം. ഞാൻ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെടുന്നവർ 2001 സംസ്ഥാന മന്ത്രിസഭയിൽ ഫിഷറീസ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. അന്ന് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഗുജറാത്തിൽ ഈ ഫീലിംഗ് ഷെഡിലേക്ക് പോകുന്നത്. നമുക്കൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഞാൻ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കും, ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കാണും, സംസാരിക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതിനുശേഷം ഞാൻ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായി, ഭക്ഷ്യവിതരണ മന്ത്രിയായി. അന്ന് ഈ പൾസസിൻ്റെയും നെല്ലുൾപ്പെടെയുള്ളതിൻ്റെ വില നിശ്ചയിക്കുന്ന കമ്മിറ്റി, ഫുഡ് ഗ്രെയിൻസ് വില നിശ്ചയിക്കുന്ന കമ്മിറ്റി ചെയർമാൻ മോഡിയായിരുന്നു. ഞാൻ അംഗമാണ്. വളരെ ഭംഗിയായിട്ട് അത് പരിഹരിക്കാൻ കഴിഞ്ഞു, റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്. പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ഞാൻ PSC ചെയർമാനായി. അപ്പം അന്ന് മുതലുള്ള ഒരു ബന്ധം അദ്ദേഹത്തെ വിവിധ മുഖങ്ങളുള്ള നരേന്ദ്രമോദിയെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാകും, പക്ഷെ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം,
ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതിനുള്ള ഹാർഡ് വർക്ക്, ഇത് ഞാൻ നരേന്ദ്രമോദിയെ കാണും. അല്ല, അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് സ്വാഭാവിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമാണ്. ഞങ്ങളുടെ മറ്റൊരു ലീഡർ കരുണാകരനാണ്. എന്ത് വെല്ലുവിളികളുണ്ടെങ്കിൽ ഇന്ന് കരുണാകരനാണ് കേരളത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ളതാണ്, സംശയമില്ലല്ലോ. വൈപ്പിൻ, എറണാകുളം, പാലക്കാട് ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതലും അങ്ങനെ നമുക്കൊരു ഉമ്മൻചാണ്ടി വ്യത്യസ്തനാണ്. ഉമ്മൻചാണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് ജനകീയ നേതാവാണ്. അതാണ് നമ്മൾ ഉമ്മൻചാണ്ടി മോഡൽസ് സെറ്റ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സാണ്. പിണറായിയെ സംബന്ധിച്ചുള്ള നിശ്ചയദാർഢ്യമുണ്ട്. തീരുമാനമെടുത്താൽ നടപ്പിലാക്കും. ആ വെല്ലുവിളികൾ സ്വീകരിക്കാൻ നിശ്ചയദാർഢ്യമാണ്, ധാർഷ്ട്യം തന്നെയാണ് എന്ന് അതൊരു സ്വഭാവമല്ലേ. ഇപ്പൊ കെ കരുണാകരൻ ഒരു സംസാരിക്കാൻ ഒരാളാണ്, ദേഷ്യം വരുന്ന ഒരാളാണ്. പക്ഷെ കരുണാകരൻ വാത്സല്യമുള്ള ആളാണ്, ഈശ്വരഭക്തിയുള്ള ആളാണ്. ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ഒരാളാണ്. അപ്പം അതൊക്കെ വ്യത്യസ്തങ്ങളായ സ്വഭാവമാണ്. എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാകും. പിന്നെ അപ്പം മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായും ഉള്ളിലെങ്കിലും ഒരു വിശ്വാസം ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും കുഴപ്പമൊന്നുമില്ല, പേഴ്സണൽ ഇഷ്യൂസാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇപ്പോൾ ഡൽഹിയിൽ പോസ്റ്റിംഗ് കിട്ടി. ഈ ഒരു പോസ്റ്റിനെ പറ്റി വേറൊരു കോൺട്രവേഴ്സി പറയുന്നത്, ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട്. നമുക്ക് 20 MPs ഉണ്ട് അവിടെ. ആ സമയത്ത് ഒരു സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവിന് ആവശ്യമുണ്ട്. അതിൽ നിന്ന് എന്താണ് ഡിഫറൻഷ്യൽ ആയിട്ട്? കേരളം മാത്രമല്ല സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് വെച്ചിരിക്കുന്നത്, എല്ലാ സ്റ്റേറ്റുകൾക്കും സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അവർക്കെല്ലാം MP മാരുണ്ടല്ലോ. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ സ്റ്റേറ്റുകളിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലുണ്ടായിരിക്കും മുമ്പ് സമ്പത്ത് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ നിന്നുകൊണ്ട് അപ്പം ചോദിക്കാമല്ലോ, എന്തിനാ അവിടെ റെസിഡൻറ്റ് കമ്മീഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കതിന് മറുപടിയില്ല. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും റെസിഡൻറ്റ് കമ്മീഷൻ 1ഉം 2ഉം ഉണ്ട്. റെസിഡൻറ്റ് കമ്മീഷണർ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെയുള്ള രാഷ്ട്രീയമായ ഇടപെടലുകൾക്ക് പലപ്പോഴും അത് വലിയൊരു കോസ്റ്റ് കൺസ്യൂം ആയിട്ടുള്ള ഒരു സെറ്റപ്പാണോ? ഇല്ല, അല്ല, വലിയ കോസ്റ്റ് അങ്ങനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവൺമെൻറ് സ്ട്രക്ചറിൽ കോസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു കോസ്റ്റ് ഇല്ലേ പല കാര്യങ്ങൾക്കും. അപ്പം അത് നമ്മൾ എങ്ങനെയാണ് എക്സ്പെൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമല്ല കാര്യങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ ഒരു മന്ത്രിസഭ ഇപ്പോൾ കേരളത്തിൽ 21 മന്ത്രിമാരുണ്ട്. അത് നിർബന്ധമാണോന്ന് ചോദിച്ചാലോ, നമുക്ക് 10 പേര് പോലെ എന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കാം. ശരിയാണ്, അതൊക്കെ പ്രായോഗികം. അപ്പോൾ അത് നമ്മളിപ്പോൾ എത്ര വർഷമായി മാഷിപ്പോൾ 1-2 വർഷമായോ? ഇല്ല, ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ പുതിയ ടാഞ്ചിബിളായിട്ട് പറയാൻ പറ്റുന്ന നമ്മളിപ്പോൾ അവിടെ കുറേ പ്രധാനപ്പെട്ട ഇഷ്യൂസ്? ഞാൻ വരുമ്പോൾ സന്ദർഭത്തിൽ നമുക്കൊരു കേരയിൽ പ്രോജക്റ്റായിരുന്നു. നമുക്കൊരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം എന്ന് പറഞ്ഞു. ആ സിസ്റ്റത്തിന് പ്രോജക്റ്റ് ഉണ്ടാക്കി ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ മാഷ് വന്നതിന് ശേഷമാണ് വന്നതിന് ശേഷം അവിടെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു. അത് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം വന്നു ഇതിനിടയിൽ, വന്ദേ ഭാരത് വന്നതോടുകൂടി ഒരു സ്പീഡ് റെയിൽവേ സിസ്റ്റം കേരളത്തിന് വേണം എന്ന കാര്യത്തിൽ ജനങ്ങളൊന്നായി. അതിനു മുമ്പ് എന്തിനാ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മുടെ ഇപ്പോൾ റെയിൽവേ പോലെ എന്ന് ചോദിച്ചു. ഇപ്പം അതങ്ങ് മാറി. വന്ദേ ഭാരത് ആളുകൾ അക്സെപ്റ്റ് ചെയ്തു. വന്ദേ ഭാരതിൻ്റെ സ്പീഡ് 100 കിലോമീറ്റേഴ്സ് 110 കിലോമീറ്റേഴ്സേ ഉള്ളൂ. കേരളയിൽ വരുന്ന 300 കിലോമീറ്റേഴ്സ് എബവാണ്. അപ്പം ആ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. ഇൻഫ്രാസ്ട്രക്ചർ നമുക്കറിയാം, ടെക്നോളജി വെൽ നോൺ ടെക്നോളജികൾ ഇതിലുള്ള അത് എങ്ങനെ പ്രയോജനം. അതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണ്? ഇപ്പോൾ അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിലാണ്. കേന്ദ്ര ഗവൺമെൻറ് അത് പരിശോധിച്ചിട്ട് അതിൻ്റെ ഒരു കോസ്റ്റ് $4.5 billion, അറൗണ്ട് 40,000 crores. കൊച്ചിൻ എയർപോർട്ടിന് എത്രയാണ് അത് ചോദിച്ചില്ല പലരും. കേരളം കടത്തിലാവില്ലേ എന്ന്. ആ കൊച്ചിൻ എയർപോർട്ടിൽ മുന്നോട്ട് പോവില്ലേ. നമ്മുടെ മെട്രോ എത്ര കോടി രൂപയാണ്? അല്ല, അതെല്ലാം നഷ്ടത്തിൽ തന്നെയാണ്. എയർപോർട്ട് ഒഴിച്ചല്ല. കൊച്ചിൻ എയർപോർട്ട് നഷ്ടത്തിലല്ല. അല്ല, കൊച്ചിൻ എയർപോർട്ടല്ല, മെട്രോ നഷ്ടത്തിലാണ്. അല്ല, മെട്രോ അതൊക്കെ ശരിയല്ല. ഏത് പ്രോജക്റ്റും വരുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ സക്സസ്ഫുൾ ആയി എന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നഷ്ടത്തിലാണത്. അത് സ്വാഭാവികമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുന്നത് പോലെയാണ് ആദ്യകാലത്തൊക്കെ. അല്ല, ഈവൻ CEO പറയുന്നത് നഷ്ടത്തിൽ ആയിരിക്കുന്നു. കൺസെപ്റ്റ് അതാണല്ലോ. അങ്ങനെ ഒരു നഷ്ടം ഞാൻ പറഞ്ഞത്, അങ്ങനെ നഷ്ടം വെച്ച് കാണാൻ പറ്റാത്ത കോൺട്രിബ്യൂഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വേഗതയിൽ അത് മുന്നോട്ട് പോകുന്നു. അത് ഈ മെട്രോയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട്. ഒരു വാട്ടർ മെട്രോ, റോഡ് മെട്രോ, റെയിൽ മെട്രോ, ഈ 3 in 1 എന്ന് പറയുന്ന ഒരു മെട്രോ സംവിധാനം ലോകത്തിനില്ല. അത് സക്സസ്ഫുൾ ആണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. അതിൻ്റെ ലാഭമാണ്. 40 പൈസയല്ലല്ലോ എത്തുള്ളൂ. അതിൻ്റെ വികസനം മൊത്തം വികസനത്തിൻ്റെ നോക്കുന്നത്. അതുകൊണ്ടല്ലേ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു,
സെക്കൻഡ് ഫേസ് Second phase കാക്കനാടേക്ക് വരുന്നു, പോകുന്നു, കാക്കനാടേക്ക് തേർഡ് ഫേസ് എയർപോർട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അത് പോകാൻ കാരണം എന്തുകൊണ്ടാണ്? ഇത് ഗുണകരമാണ്, അതെ ഇത് വികസനത്തിന് ഗുണകരമാണ്. ഇപ്പം ഇന്ന് ഞാൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് വളരെ വർഷം. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഹോട്ടൽസും ഹോം സ്റ്റേകളും ഫുള്ളി ഓക്യുപ്പൈഡ് 100%. അത് ടൂറിസം ശരിക്കും കുറച്ചുകൂടി ഫോക്കസ് കേരളത്തിന് കൊടുക്കാവുന്ന ഒന്നാണ് അല്ലേ? കേരളത്തിൻ്റെ ഏറ്റവും അത് ഡിസേർവ് ചെയ്യുന്ന ഒരു ഫോക്കസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നാണ്, അതിനുള്ള സ്പെൻഡിങ് പോലും ഇല്ല എന്നാണ്. അത് നമ്മുടെ ഒരു നേച്ചർ കൂടിയില്ലേ, കേരളത്തിൻ്റെ ഒരു സ്വഭാവം, ആളുകളുടെ സ്വഭാവം, ഇതൊക്കെ വെച്ചുകൊണ്ടല്ലേ മുന്നോട്ട് പോകത്തുള്ളൂ. അതിലേക്ക് കൊടുക്കാവുന്ന മാഷ് ടൂറിസം മിനിസ്റ്ററും കൂടിയായിരുന്നു. എന്തെങ്കിലും പുതിയൊരു സജഷൻസ് കൊടുക്കാണ്ട് നമുക്ക് ക്ലീൻ കേരള, അത് കേരളത്തിൻ്റെ വികസനം തന്നെയാണ് കേരളത്തിൻ്റെ ടൂറിസം. നമുക്ക് നമ്മുടെ പിന്നെ എൻവയൺമെൻറ്റൽ, അത് ഞാനും വിചാരിക്കും ക്ലീൻലിനെസ് എന്ന സാധനം ഒരു സെല്ലബിൾ പ്രോഡക്റ്റാണ്. ഈവൻ റെസ്റ്റോറൻറ്റ്സിൽ പോലും അതെ ക്ലീൻലിനെസ് ആരും സെല്ല് ചെയ്യില്ല എപ്പോഴും. ഇപ്പോൾ ഫുഡ് കേരളത്തിൻ്റെ, ഞാൻ ഇന്നലെ പിന്നെ ആലപ്പുഴയിൽ പോയിരുന്നു. അവിടെ റെസ്റ്റോറൻറ്റ് ഫുഡ് ഭക്ഷണമാണ് ഇവിടെ ഏറ്റവും വലിയ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഞ്ഞി ഓർഡർ ചെയ്യാം, കഞ്ഞി കിട്ടും. പഴയ പിന്നെ ചട്ടിച്ചോറ് നമുക്ക് കിട്ടുന്നു. നമ്മുടെ പഴയ ഭക്ഷണം അത് ഇന്നൊരു സെയിലബിൾ കമ്മോഡിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ രംഗത്തൊക്കെ കേരളം പൂർണ്ണമായെന്ന് ഞാൻ പറയില്ല, കേരളം മുന്നോട്ട് പോകുന്നു ആ കാര്യത്തിൽ. അപ്പോൾ കേരളയിൽ സിൽവർ ലൈൻ എവിടെ നിൽക്കണം, നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാൻ. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പരിശോധിച്ച് ഇനി പുതിയൊരു DPR കൂടി കൊടുക്കണം. അതൊക്കെ അവർ കമന്റ് പോലെ ഇരിക്കും. അവരുടെ മേശപ്പുറത്തിരിക്കുകയാണ് റെയിൽവേ. അവരാണ് കൊടുത്ത പ്രപ്പോസൽ എന്ത് ചെയ്യണം, അത് എന്ന് കൊടുത്ത പ്രപ്പോസൽ അവസാനം കൊടുത്തത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട്, അന്നത്തെ കഴിഞ്ഞിട്ട് അതിനുശേഷം അനക്കം വന്നിട്ടില്ല. അപ്പോൾ ചർച്ചകൾ നടന്നിട്ടുണ്ട്, പല ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ മാഷിൻ്റെ ഇതിനിടയിൽ നമ്മുടെ മെട്രോ ശ്രീധരനുമായിട്ട് സംസാരിച്ചു. മെട്രോ ശ്രീധരൻ്റെ ഒരു പ്രപ്പോസലുണ്ട്, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊടുത്തൊരു പ്രപ്പോസലുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നടക്കുമോ ശരിക്കും? 100% നടക്കും. എത്ര വർഷം നമുക്ക്? അതൊന്നും കേരളമല്ലേ, നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ എത്രയോ പ്രോജക്റ്റുകൾ താമസിച്ചിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങി പാലം ഞാൻ MP ആകുന്ന കാലത്ത് തുടങ്ങിയതാണ്. ഞാൻ MP ആകുന്ന 84 12 വർഷം എടുത്തു ഒരു പാലം പണിയാൻ. നമുക്ക് നമ്മുടേതായ ചില ഇൻഹറൻറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വൈപ്പിൻ എറണാകുളം പാലങ്ങൾ എത്ര നാൾ സമരം നടന്നു, അവസാനം ആ പാലം യാഥാർത്ഥ്യമാകുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ഗെയിൽ പ്രോജക്റ്റ് തന്നെ ഗുജറാത്ത് നടപ്പിലാക്കിയ ശേഷമാണ് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. അതെ. ഇപ്പം നമുക്ക് നമ്മുടേതായ കേരളത്തിൻ്റെതായ ഈ പ്രോജക്ട്സിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഒബ്ജക്ഷൻ വന്ന് പ്രയോറിറ്റൈസേഷൻ്റെ ഒരു വിഷയമാണ്. ഇത് നമുക്ക് ഇതാണോ ആദ്യം വേണ്ടത്, അതിനു മുമ്പ് വേറെ വല്ലതും വേണോ, അതിന് തർക്കം ഉണ്ടാക്കുക, എപ്പോഴും തർക്കം ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, ഏത് ആദ്യം വരുമ്പോൾ ഏത് നടപ്പിലാക്കുന്ന ആളുകളുടെ ഒരു ഗതി പോലെ നമുക്കതിനുള്ള സ്റ്റേറ്റിനുള്ള അതിനുള്ള പൈസ ഉണ്ടോ എന്നുള്ള ഇഷ്യൂസ്. പൈസ ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. കാരണം എല്ലാ പ്രോജക്റ്റുകളും വരുമ്പോൾ പ്രശ്നം ഉണ്ടാവും, പൈസ ഉണ്ടാവും. പക്ഷെ അതൊക്കെ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ പൈസ വരും. പക്ഷെ ഇതൊക്കെ പ്രശ്നം വരുന്ന ഒരു പ്രശ്നം കൊച്ചിൻ മെട്രോ ആണെങ്കിലും ഇനി സിൽവർ ലൈൻ അതിൻ്റെ ഷോൾഡർ ചെയ്യേണ്ടവർ സ്റ്റേറ്റ് ആയിരിക്കും, അതിൻ്റെ കാശ് അടച്ചു തീർക്കേണ്ടതും അതിനെ പറ്റി അല്ല എന്തായാലും അതൊക്കെ ഉണ്ടായിരിക്കാം. എല്ലാം അങ്ങനത്തെ ചലഞ്ചസ് ഉണ്ടായിരിക്കും, ഫൈനാൻഷ്യൽ ചലഞ്ചസ്. അതൊക്കെ ഫൈനാൻഷ്യൽ ചലഞ്ചസ് കണ്ടുകൊണ്ട് അതിൻ്റെ നമ്മൾ മുന്നോട്ട് പോയി. ഞാനിന്ന് ഓർക്കുന്നു, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ആകാശത്തെ കാര്യം വിട്ടു 1972. അന്ന് ചോദിച്ചില്ലേ ഈ രാജ്യത്ത് പട്ടിണി കിടക്കുക, വീടില്ല, എന്നിട്ട് ആകാശത്തേക്ക് ആ ചോദ്യം ഒന്നും ഉണ്ടായിരിക്കും, പ്രയോറിറ്റൈസേഷൻ്റെ ചോദ്യം ഒന്നും ഉണ്ടായിരിക്കും. അത് ശരിയാണ്, പക്ഷേ ചോദ്യം ഉണ്ടാവും ചെയ്യും. ചോദ്യം ഉണ്ടാവും. ആ ചോദ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടില്ലേ ഞാനിപ്പോൾ എയർപോർട്ടിൽ സിയാലിനെ പറ്റി പറഞ്ഞ ആ സമയത്ത് ഉണ്ടായിരുന്നു, മാഷ് വളരെ ആക്റ്റീവ് ആയിരുന്നുണ്ട്. എനിക്കിന്നുള്ളത് തടസ്സം എന്താണെന്ന് വെച്ചാൽ 34.42% ആയിരുന്നു ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക്. അത് ഇന്നും പല ഷെയർ ഹോൾഡേഴ്സും കയ്യിൽ ഷെയർസും പിടിച്ച് അവർക്ക് അത് വിൽക്കാനോ അതിനൊരു വാല്യുവേഷൻ എത്രയെന്ന് അറിയാൻ പറ്റും. അതൊരു ലിസ്റ്റിംഗ് നടക്കാൻ എന്താണ് അതിൻ്റെ അകത്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. അത് CIN അകത്ത് ചർച്ച ചെയ്യപ്പെടുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി. പക്ഷേ ഗവൺമെൻറ് ഓൺ ചെയ്യും, ഗവൺമെൻറ് ലാർജസ്റ്റ് സ്റ്റേക്ക് അല്ല, ഗവൺമെൻറ് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അല്ല, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ചെയ്യുന്ന ഒരു അഭിപ്രായം എന്താ ഒരു ലിസ്റ്റിംഗ് അതിൻ്റെ സുതാര്യമായ. പക്ഷേ അത് തുടങ്ങിയത് എവിടെ? തുടങ്ങിയപ്പോൾ ആരൊക്കെ എത്ര രൂപ തന്നു, അതിൽ നിന്നല്ലേ ഇത് ടേക്ക് ഓഫ് ചെയ്തത്. ഗവൺമെന്റ് കേക്കർനാഗിന്റെ വിൽ പവർ മാത്രമാണ്. തീർച്ചയായും. കാരണം അന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്റർവ്യൂ അത് പറയാൻ വലിയൊരു കാര്യമാണ് ശരിക്കും അത് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. പലർക്കും ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ടോപ്പ് 2-3 ആൾക്കാർ ഷെയർസ് വെറുതെ ട്രേഡ് ചെയ്ത് അവർ അക്യൂമുലേറ്റ് ചെയ്യണം. അതൊക്കെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. അകത്തുള്ള കാര്യം തീർച്ചയായും ഞാൻ നല്ലൊരു ഒപ്പീനിയൻ കിട്ടിയ അത് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ലിസ്റ്റിംഗ് നല്ലതല്ലേ എന്തായാലും. അല്ല, ഞാൻ അത്ര ഡീറ്റെയിൽസിലേക്ക് അതിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളെ പരിഹരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും.
ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ വെറുതെ ഇതിൻ്റെ ഉള്ളിൽ അതൊക്കെ അവർ പരിഹരിക്കാവുന്ന കോൺടെക്സ്റ്റലായിട്ട് പറഞ്ഞു മാത്രം. അതിൻ്റെ അകത്ത് പരിഹരിക്കാവുന്ന കാര്യം. അതേമാതിരി ഇപ്പോൾ നമ്മുടെ കണ്ണൂർ എയർപോർട്ട് ഇപ്പോഴും നിൽക്കണം. ഞാൻ വെറുതെ ടച്ച് ചെയ്ത് പോകുന്നതൊക്കെ ആ രീതിയിലേക്ക് പോകുന്നില്ല. കണ്ണൂർ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടിന് നഷ്ടവും ലാഭം നോക്കണ്ട. കണ്ണൂർ എയർപോർട്ട് നാളെ വളരും. കണ്ണൂരിനെ കാണുന്നത് നമ്മൾ ഇന്ത്യയിലെ മറ്റ് ചില എയർപോർട്ടുകളുണ്ട്, പിന്നെ രാജസ്ഥാനിലെ എയർപോർട്ടുകൾ, അവിടെയൊക്കെ കൺവെൻഷൻസ് നടക്കുന്നു, മാരേജസ് നടക്കുന്നു. അങ്ങനെയുള്ള ഒരു എയർപോർട്ടായിട്ട് കണ്ണൂർ എയർപോർട്ട് മാറും. പക്ഷേ അതിൻ്റെ തുളസിദാസിന് CEO ഒരു ഒറ്റ സിംഗിൾ പോയിന്റ് സജഷൻ പറയണ്ടേ, സെൻട്രൽ ഗവൺമെൻറ് അതിന് ഫോറിൻ എയർലൈൻസിന് അനുവദിക്കാത്ത കാരണം അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസിയാണ്. ആ പോളിസി നിന്നല്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ പോളിസി നമുക്ക് സിയാലിന് പ്രശ്നം വന്നില്ല. സിഎയിലെ പോലെ അല്ലല്ലോ അതിനുശേഷം വന്നൊരു എയർപോർട്ട്. അതിനുശേഷം അതിന് പറഞ്ഞ ഇത് വന്നതിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പോളിസിയുണ്ട്, നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അവർ പറഞ്ഞത് നമുക്ക് ജയ്പൂർ എയർപോർട്ടുണ്ട്, ഹൈദരാബാദ് എയർപോർട്ടുണ്ട്, അവിടെയൊക്കെ ഉള്ളത് ഈ ഫോറിൻ എയർലൈൻസ് എന്നതിനപ്പുറത്തേക്ക് കൺവെൻഷൻസ് നടക്കുന്നു, മീറ്റിങ്സ് നടക്കുന്നു, മാരേജ് ഫങ്ഷൻസ് നടക്കുന്നു, ടൂറിസം വികസിക്കുന്നു. ഇപ്പോൾ കൊച്ചിയുടെ തന്നെ പ്രത്യേകത എന്താ? കൊച്ചിക്ക് ചുറ്റുമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലക്ഷറി ഹോട്ടൽസ് ഉള്ളത്. സമാനമായി കണ്ണൂരിന് ഒത്തിരി ടൂറിസം വികസന സാധ്യതയുള്ള പ്രദേശമാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനൊക്കെ വേണ്ട വിധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 5 years കഴിഞ്ഞു. അത്രയൊക്കെ സാധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ. ഈ ഐലൻഡ് എയർപോർട്ട് എത്ര ആൾ നിന്നതാണ്? എത്രയോ വർഷക്കാലം എൻ്റെ ഓർമ്മയിൽ നിന്ന് അതല്ലേ ഇപ്പം മാറി. അപ്പം അതൊക്കെ പ്രോഫിറ്റ് മേക്കിംഗ് എൻറ്റിറ്റി ആണ് എന്താണെങ്കിലും. തീർച്ചയായിട്ടും കണ്ണൂരൊക്കെ നമ്മുടെ കണ്ണൂരിന് നമുക്ക് പ്രോഫിറ്റ് മേക്കിംഗ് ആക്കാം, സംശയമില്ലാത്ത. എയർലൈൻസ് മെയിൻ്റനൻസ്. പക്ഷെ അത് മാഷിൻ്റെ ഒരു സിയുമായിട്ട് ഞങ്ങൾ അതുകൊണ്ട് നടക്കാവുന്ന കാര്യം ചർച്ച ചെയ്തപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അത്തരം കാര്യങ്ങൾ. സെൻട്രൽ സമ്മതിക്കായിരിക്കാം അല്ലേ? ഏതൊക്കെ സ്റ്റേജ് സമ്മതിക്കണമല്ലോ, അല്ലാതെ ഇങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ട് ഇപ്പൊ ഞാനൊരു ഇതിൻ്റെ അകത്തൊന്നും നഷ്ടവും ലാഭമില്ല. എല്ലാവരും ചോദിക്കും ഇത്ര എയർപോർട്ട് എന്തിനാ ഈ കൊച്ചി കേരളത്തിൽ ചോദിച്ചില്ല. ആ ചോദ്യം ഇല്ലല്ലോ, ചോദ്യം ഇല്ലല്ലോ. അതും ചോദ്യമുണ്ട്, ഉണ്ടായിരുന്നു, ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ശബരിമല കൂടി എയർപോർട്ട് വന്നല്ലേ നമ്മൾ പറയുന്നത്. പറയല്ല, അതിലേക്ക് ഒരുപാട് അതൊക്കെ ഉണ്ടാകും. നമ്മളിപ്പോൾ കേരളത്തെക്കുറിച്ച് ആലോചിച്ച് പണ്ട് എൻ്റെ കൊച്ചുനാളിൽ ഒരു സൈക്കിള് കുമ്പളങ്ങി വന്നാൽ അത്ഭുതമാണ്. 70 വർഷം മുമ്പ്. ഇന്ന് അതാണോ? ഇന്ന് ഓരോ വീട്ടിലൊരു കാറായി. അതനുസരിച്ച് റോഡ് വീതി വെപ്പിച്ചിട്ടില്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഈ കണ്ണൂരിൻ്റെ കാര്യം വരുമ്പോഴുള്ള പ്രശ്നം വേറെ സൈഡ് ഞാൻ പറഞ്ഞു, എൻ്റെ ഫൈനാൻഷ്യൽ സൈഡിൽ നിന്ന് ഇനി അത് മുമ്പിലേക്ക് പോകാൻ പറ്റാണ്ട് വരും ഇങ്ങനെ പോയാൽ. അത് പരിഹാരം ഉണ്ടാവും. അതിനൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ഇത് അനുവദിക്കാമെന്നില്ല. ഇപ്പോൾ മാഷിൻ്റെ പ്രഷർ കൊണ്ട് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. മൊത്തം വികസന പരിപാടികൾ വരുന്നതോടൊപ്പം ഇതും ഒരു പ്രയോറിറ്റി സജഷനാണ് മാഷിൻ്റെ ഭാഗത്തുനിന്ന്. തീർച്ചയായിട്ടും കോഴിക്കോട് എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്, ഇതൊക്കെ നമ്മൾ വികസിപ്പിക്കണം. അത് വികസിക്കുമ്പോൾ ആ എയർപോർട്ട് മാത്രമല്ല, അതിന് ചുറ്റുപാട് ഒരു വികസനം നടക്കുന്നതാണ്. പക്ഷേ കണ്ണൂരിൻ്റെ വികസനത്തിൻ്റെ അല്ലേ സ്പെസിഫിക് ഇഷ്യൂ, അതായത് ജസ്റ്റ് അവർ ഫോറിൻ എയർലൈൻസിനെ സംബന്ധിച്ചാൽ ടേക്ക് ഓഫ് ചെയ്യും. അതാണ് ഇപ്പം നമ്മുടെ ഒരു ആവശ്യം. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അവരുടെ മാഷ് പ്രഷർ ചെയ്യും. തീർച്ചയായിട്ടും അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അവരുടേതായ കാഴ്ചപ്പാട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ മറ്റു കാര്യങ്ങൾ ഈ പ്രശ്നം വരികയാണെങ്കിൽ ശബരിമല എയർപോർട്ടിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശബരിമലയും അതും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശബരിമല ഇപ്പോൾ അവസാനം നിൽക്കുന്ന എവിടെയാണ്? ശബരിമല എയർപോർട്ട് വരുമ്പോൾ എന്തായിരിക്കും കൊച്ചിയിലെ ട്രാഫിക്, തിരുവനന്തപുരം ട്രാഫിക്, മധുര എയർ ട്രാഫിക്, അത് പഠിക്കാനായിട്ട് ഒരു സംവിധാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ തീരുമാനം എടുക്കും. തീരുമാനം എടുത്തു ഇല്ലേ? എനിക്കറിയില്ല. ഞാൻ ചോദിക്കുമ്പോൾ ഇത് അതാണ് തുളസീദാസന് അതിൻ്റെ സ്പെഷ്യൽ ഓഫീസർ. അത് വരട്ടെ. അല്ല, അത് വരുന്നില്ല, വരട്ടെ, അത് വരണം. അല്ല, പക്ഷെ എപ്പോഴും ഒരു എന്തോ വേറെ തരം ഒരു സ്ട്രിക്റ്റ് റൂളല്ല. അവിടെ തന്നെ ഒരു എയർപോർട്ട് വന്നപ്പോൾ എതിർത്തതല്ലേ? ആറന്മുള എയർപോർട്ട് നമ്മൾ എതിർത്തതല്ലേ? അങ്ങനെ എതിർത്ത നമ്മൾ തന്നെയാണ് ഇപ്പോൾ ശബരിമല വേണമെന്ന് പറഞ്ഞത്. നമ്മൾ ജനസമൂഹം വേറെ ആരുമല്ല. അല്ല, അതിൻ്റെ കാര്യത്തിൽ ശരിയാണ്. പിണറായി വിജയന് ഒരു സ്റ്റേൺ ആയിട്ടൊരു ഡിസിഷൻ തീരുമാനമെടുത്ത് കൺവിൻസ്ഡ് ആണെങ്കിൽ നടപ്പിലാക്കും. എനിക്ക് അദ്ദേഹത്തോടുള്ള, ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ടല്ല അദ്ദേഹത്തിനോട് ചെല്ലുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വികസനം നടത്തുന്നതിന് മുന്നോട്ട് വെല്ലുവിളിച്ച് ഞാൻ എന്നും ഓർക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ റോഡ് 45 മീറ്റർ ആക്കുന്നു. കേരളത്തിലാണ് ഒരു നിയമസഭ യുണാനിമസായിട്ട് ഞങ്ങൾക്ക് 30 മീറ്റർ വന്ന് പ്രമേയം പാസ്സാക്കി പ്രധാനമന്ത്രിയെ കാണുകയും ചെയ്ത്. ആ സ്ഥാനത്ത് 40. അതൊരു റൂളേഴ്സുള്ള ഒരു സംഗതി തന്നെയാണ്. എത്രമാത്രം സ്റ്റേൺ ആയിട്ടുള്ള
കുറച്ചും കൂടി ആ തരത്തിൽ പോകണം. ആളുകളുടെ വിശ്വാസം ജയലളിത, ദുബായിൽ പോവുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ്, അത്രയും ഒരു തരത്തിൽ വരാൻ പറ്റുകയാണെങ്കിൽ കാര്യങ്ങൾ നടക്കും. നമ്മൾ കാണുന്നത് ഗൾഫ് രാജ്യങ്ങളെ പോലെ ഗൾഫ് കാര്യങ്ങൾ രാജ്യങ്ങൾ നടക്കും. നമ്മൾ പലരും കാണാത്ത, എന്നോട് പലരും പറയും പക്ഷേ ഗൾഫിൽ നിങ്ങൾ കാണുക, ഗൾഫിൽ ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യങ്ങളാണ്. ആണ് ഞാൻ ആ വാക്കിന് ഈ ഏകാധിപത്യ സ്വഭാവം രാജ്യങ്ങളാണ്. അവിടെ അത് പറയാൻ തയ്യാറാവില്ല, പേടിയാ. ഇവിടെ ഇത്രയും ജനാധിപത്യ സ്വഭാവം, ഡിസിഷൻ ഏകാധിപത്യ സ്വഭാവം വേണം, അല്ലെങ്കിൽ ഒരു കാലത്തും എവിടെ നോക്കി എനിക്കത് രണ്ട് വ്യത്യാസം. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഏകാധിപതിന് കിട്ടുന്നത് മാത്രം അത് അത്രയേ ഉള്ളൂ. നമുക്ക് ഒബീഡിയൻറ്റ് സർവൻസ് ആണ്. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ തന്നെ പുറത്തു പോയി ഏകാധിപത്യം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം സമ്മതിച്ചിരിക്കുകയും ചെയ്യും. നമ്മുടെ ഒരു പ്രത്യേകതയായിട്ട്. പക്ഷേ അതിന് വേറെയും കാരണം, ആ ഏകാധിപതി നല്ല ഏകാധിപതി ആണെങ്കിൽ നമുക്ക് അവരെ വന്ദിക്കാൻ തോന്നുന്നു ചെയ്യും. അതൊക്കെ ശരിയാണ്. എനിക്ക് അത് പണ്ട് പറഞ്ഞത് പട്ടിയെ കുറിച്ച് പറയാറുണ്ട്. റഷ്യൻ പട്ടി പറഞ്ഞു എനിക്ക് നല്ല ശബ്ദത്തിൽ കുരക്കാം, അമേരിക്കൻ പട്ടി പട്ടിണിയാണ്, പക്ഷെ കുരക്കണ്ടേ, കുറയ്ക്കാൻ സമ്മതിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ഇതും. അപ്പം നമ്മുടെ ഇത്രയും സ്വാതന്ത്ര്യമുണ്ട്, മാധ്യമങ്ങളുണ്ട്, ജുഡീഷ്യറിയുണ്ട്, ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള എവിടെയുള്ളത്? ഇതൊക്കെ ഉണ്ടോന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാലിഡ് ക്വസ്റ്റ്യൻ. അല്ല, അത് പറ്റുകൊണ്ടല്ലേ സംസാരിക്കണേ. ഇതേ സമയം ദുബായ് ചെയ്ത് പറയുക ഒക്കെ ചലഞ്ചാണ് നമ്മുടെ പിണറായി വിജയൻ. പൊളിറ്റിക്സ് അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞ മാത്രമേ 3 കാര്യത്തിനും മീഡിയയ്ക്കും പ്രശ്നമാണ്, ഈവൻ ജുഡീഷ്യറിക്ക് പ്രശ്നമുണ്ട്, ഇപ്പോൾ സ്വാതന്ത്ര്യത്തിനും പ്രശ്നമുണ്ട്. ഇപ്പോൾ മൈ ടേക്ക് അത് പോട്ടെ. ഇനി നമ്മുടെ ഫിനാൻസ് പറയുന്ന സമയം നമുക്ക് ഇപ്പോൾ ഡെവലപ്മെൻറ്റിലേക്ക് വരും. നമ്മുടെ ഫിനാൻസിന് വേണ്ടിയാണ്. നമ്മുടെ ഫിനാൻസിൻ്റെ അവസ്ഥ എങ്ങനെയായി, നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതില്ലാതെ ഭരണപരമായുള്ള ചില പ്രശ്നങ്ങൾ GST ഒക്കെ വന്നതിന് ശേഷമുണ്ട്. പക്ഷെ അതേസമയത്ത് വികസന കാര്യത്തിൽ നമുക്ക് ഫണ്ടിങ് പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ഇവിടെ കൊച്ചിൻ മെട്രോ വന്നു, ഫണ്ട് കിട്ടി, ജയ്ക്കോട് ഫണ്ട് കിട്ടി. വാട്ടർ മെട്രോ വന്നു, ജർമ്മൻ ഫണ്ട് കിട്ടി. ഇപ്പോൾ ഈ നമ്മുടെ കേരളയിൽ പ്രോജക്റ്റിനും നമുക്ക് ഫണ്ടുണ്ട്. പക്ഷേ ഈ ഫണ്ടിനൊക്കെ പ്രശ്നം തിരിച്ചടയ്ക്കുന്ന സമയത്ത് അടക്കാതെ പറ്റും. ഇതൊരു വല്ലാത്തൊരു പ്രെഡിക്കാമെന്റിൽ നിൽക്കുകയാണ് കേരളം, അല്ലേ? ഫണ്ടിന്റെ ഒരു പ്രെഡിക്കമെന്റും ഇല്ല. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കേട്ടത് പോലീസ് വണ്ടികൾക്കുള്ളതും ഫയർഫോഴ്സിന് ഉണ്ടായിട്ടില്ലേ? പണ്ട് പിന്നെ ട്രഷറി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം. ഞാൻ പൊളിറ്റിക്സിലേക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടല്ല, സോഷ്യൽ പോസിറ്റീവായിട്ട് കാണേണ്ടി വരും. അങ്ങനെ പോസിറ്റീവായി കണ്ടതുകൊണ്ട് കേരളം ഇത്രയും മുന്നോട്ട് പോയത്. ഇത്രയും വിദ്യാഭ്യാസ മേഖല ഉണ്ട് എവിടെയുള്ളത്, എത്ര സൗകര്യങ്ങൾ, ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ. അതിപ്പോൾ എല്ലാവരും പോകണം, വിദ്യാഭ്യാസം പുറത്തേക്ക് പോകണം. മലയാളം എന്നും അങ്ങനെയല്ലേ? അല്ല, യു ആർ അനന്തമൂർത്തി പണ്ട് പറഞ്ഞു നമുക്ക് എഡ്യൂക്കേഷണൽ എക്സലൻസ് ഇല്ല, നമുക്ക് വെറുതെ എഡ്യൂക്കേഷൻ നമ്മുടെ വിദ്യാഭ്യാസം പ്രൊഫസറായിട്ടുള്ള തോമസ് അതിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ അതൊക്കെ ശരി. എങ്കിൽ പോലും ഇത്രയും സംവിധാനങ്ങളില്ലേ? സംവിധാനങ്ങൾ ചെറിയ കാര്യമില്ലല്ലോ ഇത്രയും വലിയ സംവിധാനങ്ങളുള്ളത്. പിന്നെ നമ്മളെന്നും മലയാളികൾ കേരളം വിട്ടു പോകുന്നവരാണ്, അല്ലാതെ കേരളത്തിന് ഒതുങ്ങുന്ന ആളുകളല്ല മലയാളി ഒരിക്കലും. അത് നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ വളർച്ചയ്ക്ക് അത് തന്നെ കാരണം. കേരളത്തിൻ്റെ മലയാളിയുടെ വളർച്ചയ്ക്കാണ് നമ്മളിവിടെ ഒതുങ്ങിയിരിക്കുന്നവരല്ല. നമ്മൾ പുറത്തു പോയാൽ ഏറ്റവും നല്ല ആളുകളായിരിക്കും. ഇവിടെ വരുമ്പോൾ നമുക്ക് ചില ഡെവലപ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഡെവലപ്മെൻറ്റ് ഏറ്റവും വലിയൊരു എഡിഫിസായിട്ട് തരുന്ന സാധനം കിഫ്ബി. ഇനി കിഫ്ബിയുടെ അവസ്ഥ ഡെവലപ്മെൻ്റ് ആയതുകൊണ്ട് മാഷിനോട് കിഫ്ബിയായിട്ട് പോകും. കിഫ്ബിക്ക് 83,000 crores പ്രോജക്ട്സ് അനൗൺസ് ചെയ്തു. അതെ, ഇതുവരെ സ്പെൻഡ് ചെയ്തിട്ടുള്ള 7 years സ്പെൻഡ് ചെയ്തത് 26,000 crores മാത്രമേ ഉള്ളൂ. അറൗണ്ട് 50,000 crores ഇനി ബോറോ ചെയ്യാൻ പറ്റില്ല. മാഷിനറിയാം, ബോറോ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച നടക്കുകയാണ്. ചർച്ച നടക്കുമ്പോൾ കേരളം പോലും സംസ്ഥാനത്തിൽ ബോറോയിങ് ചില പരിമിതികളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ രാഷ്ട്രീയപരമായ അല്ലാതെയും ചർച്ച ചെയ്യും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ ഫ്രം മാർച്ച് ടു സെപ്റ്റംബർ കിഫ്ബി സ്പെൻഡ് ചെയ്തിട്ടുള്ള 3,000 crores ടോട്ടൽ ഡിസ്ബേഴ്സ്മെൻറ്റ്സ് നടന്നിട്ടുള്ളത്. 83,000 crores ബിഗ് മൗണ്ടൻ മുമ്പിൽ നിൽക്കുക. ഇനി എങ്ങനെ മുമ്പിലേക്ക് പോകും? ബോറോ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് ബോറോയിങ് ആവും. സ്റ്റേറ്റിന് ബോറോ ചെയ്യാൻ പറ്റില്ല. അവിടെയാണല്ലോ ഇപ്പോൾ തർക്കമുള്ളത്. സ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ബോറോയിങ്ങിൽ പെടുത്തരുത്. അത് വികസനത്തിരിക്കില്ല എന്തായാലും. അല്ല, അത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമല്ലേ. ഇതാണല്ലോ ഒരു നമ്മുടെ ഒരു സിസ്റ്റം. എന്താ? ശക്തമായ കേന്ദ്രം, അതുപോലെ ശക്തമായ സംസ്ഥാനങ്ങൾ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ ഉദാരമായ സമീപനം എടുക്കേണ്ടി വരും. അത് സ്റ്റേറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ ഒരു സ്റ്റേറ്റിനോടും എല്ലാ സ്റ്റേറ്റിനോടും ഇത് കേരളത്തിന് അത് എനിക്ക് തോന്നുന്നില്ല സെൻറ്റർ മാഷിനത് അറിയാൻ പറ്റും. അത് വരുമല്ലോ, സ്വാഭാവികമായിട്ടും വരാതിരിക്കാൻ. ഫിംഗർ ഈസ് ഓൺ ദ പൾസ്. അവിടെ ഇന്ത്യയൊക്കെ പോലെയുള്ള ചില സംവിധാനങ്ങൾ കേരളം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പൊതുഘടത്തിൽപ്പെടുത്തരുത്. ഇതും ചർച്ച ചെയ്യേണ്ട കേരളത്തിന്റെ ബോറോ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അല്ല, എന്താണ് കൂടി ഇത് ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണോ, അതോ
അവർ പറയുന്ന മൊത്തം കടത്തിൽ ഇത് ഉൾപ്പെടും. നമ്മൾ പറഞ്ഞത് പറ്റില്ല, കിഫ്ബി അങ്ങനെ പെടുത്താൻ പാടില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കിഫ്ബിയിൽ KSSPL ബോറോയിങ്സ് മാത്രമല്ല ഗ്യാരണ്ടി കൊടുത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു 50,000 crores വേറെയും ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. പലതും കൊടുക്കേണ്ടി വരും. വേറിങ് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ കൊച്ചിൻ മെട്രോയ്ക്ക് പൈസ കിട്ടിയപ്പോൾ ചില ഗ്യാരണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, കൊടുക്കാതെ ചെയ്യുന്നതല്ലല്ലോ. ഇതൊക്കെ ഉണ്ടാവും. അത് സെൻട്രൽ സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോറോയിങ്സ് ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഫണ്ടിൻ്റെ ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് എവിടെയെങ്കിലും തടസ്സം വരുന്നുണ്ട് സംസ്ഥാനത്ത് ചർച്ച. പണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്ന ഒരു സിസ്റ്റമാണ്. പണ്ട് പ്ലാനിംഗ് കമ്മീഷനും മുഖ്യമന്ത്രിമാരും കൂടി ഇന്ന് ചർച്ച ചെയ്തിട്ടാണ് സ്റ്റേറ്റിൻ്റെ വികസന കാര്യങ്ങൾ നോക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. ഇന്ന് ഉള്ളത് ഫൈനാൻസ് മിനിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റെയിൽവേയുടെ കാര്യത്തിൽ തന്നെ ഞാൻ 84 ചെല്ലുമ്പോൾ സെപ്പറേറ്റ് ബഡ്ജറ്റാണ്. ആദ്യം അവതരിപ്പിക്കുന്ന റെയിൽവേ ബഡ്ജറ്റാണ്. അത് ചർച്ച ചെയ്തതിന് ശേഷമാണ് സെൻട്രൽ ബഡ്ജറ്റിലേക്ക് പോകുന്നത്. മാഷിന് ഓർമ്മയുണ്ട് ഇപ്പോൾ കേരളയിൽ എത്രയായിരിക്കും പ്രോജക്റ്റ് കോസ്റ്റ്? ഇപ്പോൾ അത് മനസ്സിലുണ്ടാവില്ല വേണം അല്ലേ? ഏതാണ്ട് എത്ര കോസ്റ്റ് വരുന്നത്? 1 lakh crores. 1 lakh crores ഉണ്ട്. 1 lakh crores വരും.